പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും. കരുണയുടെ ഉറവിടമായ ദൈവമേ, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നേ ദിനം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും യാചനകളും അമ്മയുടെ മാതൃകരങ്ങൾ വഴി അങ്ങേ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ അതിക്രമങ്ങൾക്കും മാപ്പ് നൽകി അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നടക്കേണ്ട വഴികൾ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും ഞങ്ങൾ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പലപ്പോഴും ലോകത്തിൻ്റെ വിളികൾക്കും പാപസുഖങ്ങൾക്കും പുറകെ പോകുന്നു. നീർക്കുമിളകൾ പോലെ നൈമിഷികമായ പാപസുഖങ്ങളിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നു. ശാശ്വതമായ സമാധാനമോ സന്തോഷമോ ലഭിക്കാതെ മറ്റാരിലും രക്ഷ കണ്ടെത്തുവാൻ കഴിയാതെ മടുപ്പ് തോന്നുമ്പോൾ കർത്താവെ, അങ്ങയിലേക്ക് ഞങ്ങൾ തിരികെ നടക്കുന്നു. നല്ല ദൈവമേ, അപ്പോഴും ഞങ്ങളുടെ അതിക്രമങ്ങൾ മറന്നുകൊണ്ട് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി മാറോട് ചേർക്കുന്ന വലിയ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഇനി ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആനന്ദത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തട്ടെ. അങ്ങയിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്നും ഞങ്ങൾക്ക് കരുണ ലഭിക്കുവാൻ ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, എല്ലാ വിശ്വാസ പരിശീലകരെയും ഇന്നേ ദിവസം നന്ദിയോടെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ ലഭിക്കുന്ന എല്ലാ പ്രബോധനങ്ങൾക്കും സ്നേഹവാത്സല്യങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനേകരുടെ സ്വഭാവ രൂപീകരണത്തിനും വിശ്വാസ രൂപീകരണത്തിനുമായി അവരെ അങ്ങ് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, എല്ലാവരെയും അവിടുന്ന് ആരോഗ്യത്തോടെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിത വിശുദ്ധീകരണം വഴി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മ നവീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പീഡിതർക്കും ദുഃഖിതർക്കും ദരിദ്രർക്ക് വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ദൈവസുതൻ്റെ അമലോത്ഭവ കന്യകേ, പരിശുദ്ധ മാതാവേ, അമ്മയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അവിടുന്ന് സമർപ്പിച്ചല്ലോ. പാപഭാരവുമായി കഴിയുന്നവർക്ക് അമ്മ തിരുക്കുമാരനിൽ നിന്ന് കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ. ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു പറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, നിത്യദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുത്തുവല്ലോ. ഉടനെ വചനം അമ്മയിൽ മനുഷ്യാവതാരം ചെയ്തു. ഞങ്ങളുടെ മനസ്സാകുന്ന വാതിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും മാതാവേ, വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അവിടുന്ന് കാട്ടിക്കൊടുക്കണമേ. നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധാമ്മേ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ
ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ ആത്മാവ് ഞങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ അരൂപി ഞങ്ങളിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ. പരിശുദ്ധ മാതാവേ, ഞാൻ അമ്മയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും ശിഷ്യയും അനുയായിയുമായി തീരട്ടെ. അങ്ങനെ അങ്ങയുടെ മാതൃകയും മധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ മാതാവേ, മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം അമ്മയെ മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. വാഹനാപകടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദാരിദ്ര്യം, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അമ്മയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എപ്പോഴും ഞങ്ങളുടെ പാതയിൽ തിളങ്ങി നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, അവിടുന്ന് രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മയും പങ്കുപറ്റിയില്ലേ? കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി എന്താണ് വേണ്ടതെന്ന് അമ്മയ്ക്കറിയാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഗലീലിയയിലെ കാനായിൽ എന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, പരീക്ഷണ കാലഘട്ടങ്ങളിൽ അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, പിതാവിൻ്റെ ഹിതത്തിന് അനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ ദൈവമാതാവേ, അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണവും അനുഗ്രഹീതയുമായ പരിശുദ്ധ മാതാവേ, എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, മഹിമയോടെ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, പിശാചിൻ്റെ തല തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അമ്മയ്ക്കുണ്ടല്ലോ. അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്നും അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളതാകയാൽ അമ്മയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളണമേ. ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ. കരുണയുള്ള നല്ല അമ്മേ, അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും. ദൈവമാതാവേ, അങ്ങേ മാലാഖമാരെ അയച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ദുഷ്ടാരൂപിയുടെ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകണമേ. പരിശുദ്ധ അമ്മേ,
ഞങ്ങളെല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ. ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ ഉള്ളംകൈയിൽ ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധ മാതാവേ, ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധിയിൽ ദൈവസ്നേഹത്തിൽ വളർത്തണമേ. യാതൊരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാമ്മ നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. പരിശുദ്ധാമ്മേ, ഞങ്ങളെല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങളുടെ സഹായവും മധ്യസ്ഥയുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.